എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നല്ലൊരു തീയൽ തയ്യാറാക്കിയെടുക്കാമേ. പാവയ്ക്ക വെച്ചുള്ള തീയലാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ചോറിനൊക്കെ നല്ലൊരു ഒഴിച്ചേറിയാണേ. തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അധികം കയ്പൊന്നുമില്ലാതെ, കയ്പിൻ്റെ രസമൊന്നും നമുക്കറിയില്ല കേട്ടോ. എന്നാൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ അതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ നമുക്ക് പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 5-6 കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് നമുക്കിനി തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. തേങ്ങ നല്ല ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം. ഒരുപാട് കരിയരുത്. കരിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് കളർ മാറ്റിയെടുക്കുക. തേങ്ങയുടെ കളർ ഇങ്ങനെ മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ യോജിപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ പാനിൽ നിന്ന് നമുക്കത് മാറ്റണേ, അല്ലെങ്കിൽ ആ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ പാനിൽ നിന്ന് അത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് പാവയ്ക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ 1.5 കപ്പ് പാവയ്ക്കയാണ് അരിഞ്ഞെടുത്ത ശേഷമുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. 1.5 കപ്പാണ് ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കനം കുറച്ച് തന്നെ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അരിഞ്ഞെടുക്കാൻ ഇഷ്ടം ആ ഒരു രീതിക്ക് തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാൻ പോവുകയാണ്. ആവശ്യത്തിന് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് വഴച്ചെടുക്കുക. ഇനി ഒരു പാവയ്ക്ക ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ ഇങ്ങനെയൊന്ന് വഴറ്റിയെടുക്കുക. പാവയ്ക്ക ഒന്ന് വാടി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. പാവയ്ക്ക വഴച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു വാളൻപുളി കുറച്ചെടുക്കാവുന്നതാണ്. അത് നമുക്ക് എന്തുമാത്രം പുളി ആവശ്യമാണോ അതിനനുസരിച്ച് എടുക്കാമേ. എന്നിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ആ പുളി ഇട്ട് വയ്ക്കാം. അതൊന്ന് കുതിർന്ന് വരണം. ഈ ഒരു സമയത്ത് ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. പാവയ്ക്കയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂണിൽ താഴെയാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനിയും ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തക്കാളി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്ത് ആ തക്കാളിയും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. തക്കാളി ഒന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ പാവയ്ക്കയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് നല്ല കട്ടിയുള്ള പുളി വെള്ളമാണ് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ പിഴിഞ്ഞ് കട്ടി കുറഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു പുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ എടുക്കാവൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടൊന്ന് പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. ഉണ്ടോ, തിക്കായിട്ടുള്ള നല്ല അരപ്പ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് പാവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ നല്ല പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി പാവയ്ക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് പാവയ്ക്ക വെന്ത ശേഷം മാത്രം ഈ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം തേങ്ങയൊക്കെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ അതിനെ വറുത്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവസാനം മാത്രം ഈ ഒരു അരപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1 കപ്പ് വെള്ളം എടുക്കുക. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി അരപ്പെല്ലാം കൂടെ ചേർത്ത് ആ വെള്ളം കൂടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയും ഈ ഒരു അരപ്പ് ചൂടായി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ തീ ഓഫ് ചെയ്ത് അത് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചു. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക്
1/4 ടീസ്പൂൺ മാത്രം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ 5-6 കൊച്ചുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ആ കൊച്ചുള്ളിയുടെയൊക്കെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യണം. നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിരിക്കുക. അതിനുശേഷം മാത്രം നമുക്ക് യോജിപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കാത്തീയൽ തയ്യാറായിട്ടുണ്ട്. ചോറിനൊക്കെ നല്ലൊരു ഒഴിച്ചേറി തന്നെയാണ് കേട്ടോ. അധികം കയ്പൊന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയൽ തന്നെയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.